ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഓൾറെഡി ചെയ്തൊരു ടോപ്പിക്കാണ്. പക്ഷെ ആ ടോപ്പിക്കിൻ്റെ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് വേർഷനാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ആൾ എൻ്റെ അടുത്തേക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു ഇഷ്യൂവിൽ നിൽക്കുകയാണ്. സോ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക്. അപ്പം അതും വേണ്ടിയിട്ട് അത് ആ ആളെയും കൺസിഡർ ചെയ്തിട്ടും കൂടെയാണ് ഈ വീഡിയോ. ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ കുറച്ചും കൂടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ദെൻ നമ്മുടെ പ്രീവിയസ് വീഡിയോ, അതായത് ആ വ്ലോഗിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് അങ്ങനെയാണെങ്കിൽ വീഡിയോയിലിട്ട് കിടക്കാം. സോ നമുക്ക് ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ ഫോർഗീവ്നെസ്, ഇതൊക്കെ പറയുന്ന വലിയ വലിയ ടേംസ് ആണല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കരമായിട്ട് വേണ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ആ ആളെ വിട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ വന്ന് ആളെ നമ്മൾ മൊത്തത്തിൽ ആൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റേജ് വരുമ്പം നോർമലി എല്ലാവരും, ഇന്നൊരാളെന്ന് ഞാൻ പറയുന്നില്ല, നോർമലി എല്ലാവരും എന്താ പറയുക, അത് പറ്റത്തില്ല, പിന്നെ സങ്കടമായി വിഷമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് പോകണു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സ് ഓർ വൈ ആരാണേലും നമുക്കിപ്പോൾ ഒരാളെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുപോലെ പിടിച്ചു മേടിക്കേണ്ട ഒന്നല്ല ഈ പറഞ്ഞ ഒരു കെയർ എന്ന് പറയുന്നതോ സ്നേഹം എന്ന് പറയുന്നതോ കൺസിഡറേഷൻ എന്ന് പറയുന്നതോ, ഇതൊന്നും ഒരിക്കലും ഒരാളുടെ അടുത്തൊന്നും നമ്മൾ പിടിച്ചു മേടിക്കേണ്ട ഒരു കാര്യമല്ല. സോ നമുക്കുള്ളതേ നമുക്കുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ദെൻ നമുക്കിപ്പം അത്രയും വേണ്ടപ്പെട്ട ഒരാളെ, പക്ഷേ അയാൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകണം നമുക്ക് പറ്റത്തില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കരഞ്ഞ് കാല് പിടിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷൻസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യും. ആ ഒരു സമയം നമുക്ക് തോട്ട് പ്രോസസ്സ് കാര്യങ്ങളൊന്നും വരത്തുണ്ടാവില്ല. സോ അപ്പോൾ എന്താ പറയുക, നമ്മൾ ചിന്തിക്കാതെ കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് മൊത്തത്തിൽ കേൾക്കുക, സ്കിപ്പ് അടിച്ച് വിടാതെ മൊത്തം ഒന്ന് കേൾക്കുക. ജസ്റ്റ് കാമായിട്ടിരിക്കുക ഒന്ന്. പിന്നെ പോകേണ്ടവരൊക്കെ പോകും, അതിന്നല്ലെങ്കിൽ നാളെ പോകും. എല്ലാവരെയും ഒന്നും നമുക്ക് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരും. അല്ലാണ്ട് നമ്മളതിന് പുറകെ പോയി നമ്മൾ ഒരുപാട് വിഷമിച്ച്, ശരിയാണ് വിഷമങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, അതുപോലെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമുക്ക് ആ ഒരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ദെൻ നമ്മൾ ഒരാൾക്ക് ഉപദ്രവമാണ് അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ശല്യമാണ് എന്നൊക്കെ തോന്നുന്നൊരു സ്റ്റേജ് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നിൽക്കുക. അതായത് നമ്മളെന്തിനാണ് അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നത്, അല്ലെ അറിഞ്ഞുകൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഇരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ഒരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും കൊണ്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് മാപ്പ് പറയുക. ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട്? ക്ഷമിക്കാൻ പറ്റാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ജോസഫ് എന്നക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കും തെറ്റുകൾ സ്വാഭാവികമാണ്, ആർക്കാണേലും പറ്റാം. ക്ഷമിക്കാൻ പറ്റാതെ ആ വൈരാഗ്യം അല്ലെ ആ ഒരു ദേഷ്യം അപ്പോഴത്തെ ആ ഒരു മൊമെൻറ്റിലുണ്ടാവും, അല്ലെ ഒരു 1-2 ദിവസം ഉണ്ടാവാം. അതിനുശേഷം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിലോ നമ്മൾ എങ്ങനെ കണ്ണടച്ച് കളയാം? ഇതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന അല്ലെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇതുപോലെ വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തുനിന്നൊരു സങ്കടം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ അത്രയും കൂടെ നിന്ന ഒരാൾ നമ്മളെ ചതിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ നമ്മൾ സമയമെടുത്ത് റിക്കവർ ചെയ്ത് നമ്മൾ ആളുടെ അടുത്തൊരു ഓക്കെയാണ്, നീ ഓക്കെയാണോ, ഇങ്ങനൊരു ചോദ്യം. ഒരു പക്ഷേ ആ അത്രയും പ്രശ്നത്തിൽ നിന്ന് അത്രയും വിഷമിച്ച് നിൽക്കുന്ന ആ ഒരാൾ ചിലപ്പോൾ ആ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഹഗ്ഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ ആ ഒരു സമയത്തെ ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷെ എനിക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കൺട്രോളിൻ്റെ അപ്പുറമാണ് ദേഷ്യം എന്ന്. അങ്ങനെയൊന്നും അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതൊക്കെ. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഒരു സാഡ് സ്റ്റേജ് ഉണ്ടാവും, ഒരു എന്താ പറയുക പീക്ക് ആംഗ്രി സ്റ്റേജ് ഉണ്ടാവും, ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടാവും, ദെൻ റിക്കവറി. എവിടെ ആണെങ്കിലും ഈ ഒരു പ്രോസസ്സ് നടന്നിരിക്കും.
പക്ഷേ വൺസ് ഈ ഒരു കാര്യത്തെ നമ്മൾ മൂടി പൊതിഞ്ഞ് വെച്ച്, ഇപ്പം ഈ പറഞ്ഞ ദേഷ്യമാണെങ്കിൽ തന്നെ നമ്മൾ ദേഷ്യത്തെ ഒളിപ്പിച്ച് ഓക്കെ എനിക്ക് അവനോട് ദേഷ്യം, എനിക്ക് അവനോട് പകരം വെട്ടണം, എനിക്ക് അവനെ കാണരുത്, ഈ ഒരു മെൻറ്റാലിറ്റി ഫുൾ ഡേ അല്ലെ ഫുൾ ടൈം നമ്മൾ മൈൻഡിൽ വിചാരിച്ചാൽ അവിടെ പോയി. അത് ദേഷ്യം മാത്രമല്ല, നമ്മുടെ ക്യാരക്ടറും കൂടിയാണ് അവിടെ പോണത്. നേരെ മറിച്ച് ഓക്കെ ഇനി ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഓക്കെ അത് കഴിഞ്ഞു, അക്സെപ്റ്റ് ചെയ്യുക. ദെൻ അടുത്തത് എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട്, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ നോക്കുക. നമുക്ക് എല്ലാവരുടെ അടുത്തും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രം ഇത്തരത്തിലുള്ള ഇതുള്ളത്? ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതല്ലേ. നമ്മൾ ഒരിക്കലും ഒന്നും ചിന്തിക്കാതെ കുറേ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ തന്ന് അല്ലെ ഒരുപാട് വിഷമങ്ങളിൽ കൂടെ കടന്നു പോവോ, അല്ലെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാണ്ട് കിടക്കുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമായിട്ട് വയ്ക്കുക. കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലോട്ട് ഒരു 100 ചിന്തകൾ വരും. അപ്പം ഈ 100 ചിന്തകളെ നമുക്കൊന്ന് പിടിച്ച് നിർത്താനുള്ള കെൽപ്പുണ്ടെങ്കിൽ നമുക്ക് ഓവർകം ചെയ്ത് വരാം. അപ്പം നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും ഈ ഓവർ തിങ്ക് ചെയ്ത് അതാണ് നമ്മളെ ഏറ്റവും എക്സ്ട്രീമിൽ കൊണ്ടെത്തിക്കുന്നത്. അല്ല ഇപ്പം ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമങ്ങൾ വരും. കരയണോ, കരഞ്ഞു തീർക്ക്. ചിരിക്കണോ, ചിരിച്ചു തീർക്ക്. എന്താണോ ഇമോഷൻ അപ്പം തോന്നുന്നത് അതിനെ സപ്രസ് ചെയ്ത് വെക്കാണ്ട് അതിനെ അങ്ങോട്ട് വിടുക. ഇപ്പം കരച്ചിൽ വന്ന് ഹോൾഡ് ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയും ഇതെങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഫീലിൽ പിന്നെ സപ്രസ് ചെയ്ത് അതിൻ്റെ മേളിൽ പിന്നെ ആലോചനകൾ വെച്ച് ഇങ്ങനെ നമ്മളൊരു മല കെട്ടും നമ്മുടെ ഉള്ളിൽ തന്നെ. നമ്മൾ അറിയുന്നില്ല ഇതൊന്നും. അതാണ് പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും ഈ പറഞ്ഞ റിക്കവറി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ലാണ്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലാത്ത ഒന്നുമില്ല, എല്ലാം ക്രിയേറ്റഡാണ് അല്ലേ? അപ്പം നമുക്ക് വേണം എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിൽ അത്രത്തോളം പവറുണ്ട്. നമുക്ക് വേണം എന്ന് വിചാരിച്ച് നമ്മൾ മുൻകൈ എടുത്തൊരു കാര്യത്തെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് പല ഒപ്പീനിയൻസ്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സജഷൻ ചോദിക്കുമ്പോഴും അല്ലെ വേറൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒരുപാട് സജഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും. സജഷൻസ് എടുക്കണ്ടെന്നല്ല, പക്ഷേ ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെ ആയിരിക്കണം. ആ ഡിസിഷൻ നിങ്ങൾക്ക് തെറ്റാനും പാടില്ല. ഇപ്പം ഒരു റിലേഷൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയി, പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് എന്ന് സങ്കടവും ബുദ്ധിമുട്ടും മാത്രമാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സ്റ്റേജ്. സോ ഏതൊരു കാര്യവും ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും 2 തവണ ചിന്തിക്കുക. ദെൻ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയും വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ വിഷമമൊന്നും വേണ്ട, എല്ലാം കാലം മായ്ക്കാത്ത മുറിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ സമയവും കടന്നു പോകും. പോസിറ്റീവായിട്ടിരിക്കുക, ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക, നല്ല രീതിയിൽ പോവുക. അപ്പോൾ അന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.